അവന് ഇങ്ങോട്ട് വരാൻ വയ്യെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരാൻ മതി. ഗുണ്ട രാമു മുന്നോട്ട് നീങ്ങുവാൻ ഭാവിച്ചു. ജനങ്ങൾ ഉത്കണ്ഠയോടുകൂടി നിൽക്കുകയാണ്. രാമു ചൈതന്യയെ ആക്രമിക്കുമെന്ന് തന്നെ അവർ കരുതി. രാമു കുടുസുകോണി കയറാൻ ഭാവിക്കുമ്പോൾ പിന്നിൽ ശബ്ദം കേട്ടു. രാമു! അയാൾ തലതിരിച്ചു. ജനങ്ങളെ വകഞ്ഞു മാറ്റി അവിടേക്ക് പാഞ്ഞു വരികയാണ് ശിവൻ. ഇരയെ മുന്നിൽ കണ്ടപ്പോൾ രാമുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഒരു വന്യമൃഗത്തിൻ്റേതുപോലെ. അയാളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായി, കൊലച്ചിരി. ശിവന് രാമുവും മുഖാമുഖം നോക്കി, പരസ്പരം കടിച്ചു കീറാൻ എന്ന വണ്ണം. നിനക്ക് എന്തു വേണം? ശിവൻ ഗൗരവത്തിൽ രാമുവിനോട് ചോദിച്ചു. നിന്നെ തന്നെ. ആൾക്കാർ ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിൽക്കുകയാണ്. രാമുവിൻ്റെ കയ്യിലിരിക്കുന്ന വെട്ടുകത്തിയിലാണ് ശിവൻ്റെ ശ്രദ്ധ മുഴുവൻ. അതുവച്ച് ഒരു വെട്ട് കിട്ടിയാൽ പിന്നീട് താൻ കാണില്ലെന്ന് അവനറിയാം. ചൈതന്യയുടെ ഹൃദയം ധൃതിയിൽ മിടിച്ചു. തൻ്റെ ശിവൻ! അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ ഗുണ്ട രാമു കുതിച്ചു ചാടി. ഒപ്പം വെട്ടുകത്തി ആഞ്ഞു വീശി. ശിവൻ ഞൊടിയിടയിൽ താഴേക്ക് കുനിഞ്ഞു. അവൻ്റെ തലമുടിയിൽ സ്പർശിച്ചുകൊണ്ട് വെട്ടുകത്തി നീങ്ങി. ലക്ഷ്യം തെറ്റിയെന്ന് കണ്ടപ്പോൾ രാമുവിൻ്റെ കോപം ഇരട്ടിച്ചു. അയാൾ തുരുത്തുരെ വെട്ടിക്കൊണ്ട് മുന്നോട്ടെടുത്തു. ശിവൻ പിന്നോട്ട് മാറിക്കൊണ്ടിരുന്നു. വെട്ടുകത്തിയുടെ വായ്ത്തലയിൽ നിന്നും രക്ഷപ്പെടുവാൻ അവന് ശരിക്കും ക്ലേശിക്കേണ്ടി വന്നു. ഒരായുധത്തിനായി ശിവൻ ചുറ്റും നോക്കി. ഒന്നുമില്ല. രാമു തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. ഒറ്റവെട്ട്. ആ ക്ഷണം ശിവൻ ആ കയ്യിൽ കടന്നു പിടിച്ചു. അതേ നേരത്തെ തന്നെ അടിവയറ്റിൽ തൊഴിക്കുകയും ചെയ്തു. വേദനയോടെ രാമു പിടഞ്ഞുപോയി. വെട്ടുകത്തി തറയിൽ വീണു. തുടർന്ന് തീപ്പാറുന്ന അടിയായിരുന്നു. ഇരുവരും അടിയേറ്റു വീണു. പിന്നെയും എണീറ്റു. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നീ. രാമു മുഖത്തേക്ക് ഒഴുകി വന്ന ചോര തുടച്ചുകൊണ്ട് അലറി. ഇവിടെ രണ്ട് നായകന്മാർ വേണ്ട. ജീവൻ മരണ പോരാട്ടമായിരുന്നു. മര്യാദയ്ക്ക് ജീവിക്കാൻ നീയൊന്നും അനുവദിക്കത്തില്ല അല്ലേടാ? ശിവൻ രാമുവിൻ്റെ താടിയെല്ല് ഇടിച്ചു തകർത്തു. തിരിച്ചും അതുപോലെ ഒരെണ്ണം ശിവന് കിട്ടി. തൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറിയതുപോലെ അവന് തോന്നി. ചൈതന്യം നിന്ന് കരയുകയാണ്. എവിടെ നിന്നോ അവിടെ എത്തിയ കമല അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ശിവൻ രാമുവിനെ അടിച്ച് ഓടയിലേക്ക് മറിച്ചു. ചെളിവെള്ളത്തിൽ കമിഴ്ന്നു വീണ അയാൾ അവിടെ നിന്ന് കരയ്ക്ക് കയറാൻ ഭാവിച്ചപ്പോൾ ശിരസിൽ ചവിട്ട് കിട്ടി വീണ്ടും വെള്ളത്തിൽ. അല്പം അകലെ ഒരു നീണ്ട വിറക് കഷ്ണം കിടക്കുന്നത് ശിവൻ കണ്ടു. ഓടിപ്പോയി അതെടുത്തു കൊണ്ടുവന്നപ്പോഴേക്കും രാമു കരയ്ക്ക് കയറി കഴിഞ്ഞിരുന്നു. വിറക് കഷ്ണം നെടുകയും കുറുകയും ശിവൻ വീശിയടിച്ചു. കാറ്റ് പിടിച്ച മരം കണക്കെ രാമു അടിയേറ്റ് പിന്നിലേക്ക് മറിഞ്ഞു. വല്ലാത്തൊരു അലർച്ചയോടെ അയാളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ശിവൻ വിറകുയർത്തി, അയാളുടെ തലയോട് അടിച്ചു പൊളിക്കുവാൻ. എന്നാൽ രാമു അവൻ്റെ നേരെ കൈകൂപ്പി. കൊല്ലരുത്, എന്നെ കൊല്ലല്ലേ. ഉയർത്തിയ കൈ ഒരു നിമിഷം അങ്ങനെ നിന്നു. പിന്നെ പതിയെ താഴ്ത്തി. ഇനി എന്നെ നീ ദ്രോഹിക്കുമോടാ? ഇല്ല. സത്യമാണോ? ആണേ. ദയനീയമായ ഒരവസ്ഥയായിരുന്നു രാമുവിൻ്റേത്. ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. അയാൾ ശിവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. എണീക്ക്. വേച്ചു വെച്ച് രാമു എണീറ്റു. ഗുണ്ട കളിച്ചതുകൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല. അവൻ്റെ മരണം പോലും ഏതു തരത്തിലാവുമെന്ന് പ്രവചിക്കുക വയ്യ. അതുകൊണ്ട് ഇനിയെങ്കിലും രാമു നല്ലവനാകാൻ ശ്രമിക്കേ. രാമു ശബ്ദിച്ചില്ല. ഒരു ജീപ്പ് വന്നു നിന്നു. ആൽബർട്ട് മുതലാളി. അയാൾ ക്രുദ്ധഭാവത്തിൽ ശിവനെയും രാമുവിനെയും നോക്കി. ശിവനും രാമുവും തമ്മിൽ അടിയാണെന്നറിഞ്ഞ് എത്തിയതാണ് അയാൾ. ഇത്തവണ രാമു ശിവനെ ശരിയാക്കുമെന്നും ചൈതന്യയെ തനിക്ക് കൊണ്ടുപോകാമെന്നുമുള്ള വിചാരത്തിലായിരുന്നു അയാൾ. എന്നാൽ അവിടെ കണ്ട രംഗം അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇനി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആൽബർട്ട് ജീപ്പ് മുന്നോട്ടെടുത്തു. കുനിഞ്ഞ ശിരസോടെ രാമു വേച്ചു വേച്ച് നടന്നുപോയി. ആൾക്കാർ അയാളെ കൂവി. ആ വെട്ടുകത്തി കൂടി എടുത്തുകൊണ്ട് പോടാ, ആരോ വിളിച്ചു പറഞ്ഞു. ശിവൻ പറഞ്ഞതുപോലെ ഇനി നല്ല മാർഗത്തിലൂടെ ജീവിക്കാം എന്ന തീരുമാനത്തിലായിരുന്നു അയാൾ. പട്ടണത്തിലെത്തിയ ആൽബർട്ട് മുതലാളി തൻ്റെ വിശ്വസ്തരായ സേവകരെ വിളിച്ചു. എന്തിനും പോന്ന 4-5 പേർ. തല്ലാനും കൊല്ലാനും യാതൊരു മടിയുമില്ലാത്തവർ. ചൈതന്യയെ തൻ്റെ കിടക്കറയിൽ എത്തിക്കേണ്ട ദൗത്യം അയാൾ അവരെ ഏൽപ്പിക്കുകയായിരുന്നു. അർദ്ധരാത്രിയായി കാണും. പകലുണ്ടായ ഏറ്റുമുട്ടലിൻ്റെ തളർച്ചയിൽ ഉറക്കത്തിലാണ് ശിവൻ. അവൻ്റെ വക്ഷസിനോട് ചേർന്ന് ഒരു കൈകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് ചൈതന്യ. പകൽ മാന്യന്മാർ തെരുവിലെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ തെരുവ് തീർത്തും വിജനം, ശാന്തം. ഈ അവസരത്തിൽ അധികം വേഗതയില്ലാതെ ഒരു കാർ ശിവൻ താമസിക്കുന്ന കെട്ടിടത്തിന് അല്പം അകലെ മാറി നിന്നു. അതിൽ നിന്നും 4-5 പേർ ചാടിയിറങ്ങി. കയ്യിൽ കുറുവടികളും ഒരാളുടെ കൈവശം ടോർച്ചും ഉണ്ടായിരുന്നു. അവർ ശബ്ദമുണ്ടാക്കാതെ കുടിസുകോണി കയറി 2-ാം നിലയിലെത്തി. മെല്ലെ ശിവൻ്റെ മുറിയുടെ വാതിൽക്കലെത്തി. ഇത്തിരി നേരം കാതോർത്ത് നിന്നു. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. ഒരാൾ വാതിൽ ചവിട്ടി തുറന്നു. അതേസമയം 4 പേരും അകത്തേക്ക് ചാടി വീഴുകയും ചെയ്തു. ടോർച്ച് തെളിച്ചു നോക്കി ശിവനും ചൈതന്യയും നടുങ്ങിയുണരുന്നത് കണ്ടു. അതേ സെക്കൻഡിൽ കുറുവടി കൊണ്ടുള്ള അടി ശിവന് കിട്ടി. അവൻ നിലവിളിച്ചു പോയി. അപ്പോഴേക്കും ആരോ ചൈതന്യയെ ഉയർത്തി തോളിലിട്ടു. അവളുടെ പ്രതിഷേധമൊന്നും വിലപ്പോയില്ല. ഒരടി കൂടി ശിവന് കിട്ടി. ഇരുട്ട്. എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമല്ല. ശിവ! ചൈതന്യയുടെ നിലവിളി കേട്ടു. അവൻ എണീക്കാൻ ഭാവിച്ചു. മുട്ടുകൾ മടക്കി. തല കറങ്ങി. അവൻ കമിഴ്ന്നു വീണു. ചൈതന്യയെയും കയറ്റി കാർ പാഞ്ഞുപോയി. എന്തിയടി നിന്റെ വീരശൂര പരാക്രമിയായ ഭർത്താവ്? ഗ്ലാസ്സിലേക്ക് പകർന്ന മദ്യം ആർത്തിയോടെ അകത്താക്കുന്നതിനിടയിൽ ആൽബർട്ട് മുതലാളി പരിഹാസരൂപേണ തിരക്കി.
ചൈതന്യ പേടിച്ചരണ്ട മാൻപേടയെ പോലെ മുറിയുടെ മൂലയിൽ നിൽക്കുകയായിരുന്നു. കന്മനീയമായി അലങ്കരിച്ച ഒരു മുറിയായിരുന്നു അത്. ഒരു മണിയറ പോലെ. ആൽബർട്ട് മുതലാളിയുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കെട്ടിടമായിരുന്നു അത്. അവളെ അവിടെ എത്തിച്ചവർ പുറത്ത് കാവലിരിക്കുകയാണ്. മുതലാളിയുടെ ഊഴം കഴിഞ്ഞിട്ട് വേണം ആ കിളന്തു പെണ്ണിൻ്റെ രുചി അറിയുവാൻ. മുതലാളിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അയാൾ വീണ്ടും വീണ്ടും മദ്യം വിഴുങ്ങി. മുഖത്ത് തണുത്ത ജലം വീണപ്പോൾ ശിവൻ കണ്ണുകൾ തുറന്നു. തനിക്ക് സംഭവിച്ചതെന്താണെന്ന് മനസ്സിലാക്കുവാൻ നിമിഷങ്ങൾ വേണ്ടി വന്നു. ചൈതന്യ, അവൻ മന്ത്രിച്ചു. അവർ കൊണ്ടുപോയി. അത് കേട്ടതേ അവൻ ചാടി എണീറ്റു. തലയ്ക്ക് വല്ലാത്തൊരു ഭാരം തോന്നി. കാലുകൾക്ക് ബലക്ഷയം പോലെ. തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന മനുഷ്യനായിരുന്നു ശിവനെ സഹായിക്കാൻ എത്തിയത്. ചൈതന്യയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കും എന്നറിയാതെ അവൻ കുഴങ്ങി. എവിടേക്കാണ് അവർ അവളെ കൊണ്ടുപോയത്? തെക്കോട്ട്, ഒരു കാറിലാണ്, ആ മനുഷ്യൻ പറഞ്ഞു. പിന്നെ ശിവൻ അവിടെ നിന്നില്ല. കോവണി ഓടിയിറങ്ങി റോഡിലൂടെ ഭ്രാന്തനെ പോലെ ഓടി. മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ആൽബർട്ട് വളരെ നല്ലവനായിരുന്നു. എന്നെ വെല്ലുവിളിക്കാൻ വന്നുകൊണ്ടുള്ള ശിക്ഷയാണിത്. അയാൾ ചൈതന്യയുടെ നേരെ നടന്നെടുത്തു. വേണ്ട, അരുത് മുതലാളി, കരഞ്ഞുകൊണ്ട് അവൾ അപേക്ഷിച്ചു. എന്നെ നശിപ്പിക്കരുത്. ഇത് പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്ഥിരം ഡയലോഗാണല്ലോടി പെണ്ണെ. ആൽബർട്ട് ചിരിച്ചു. എന്ത് നാശമാണെന്നാണ് നീ പറയുന്നത്? ഒക്കെ വെറും പടമല്ലേ. മുതലാളി, അരുത്. രക്ഷപ്പെടാൻ ഒരു മാർഗം കാണാതെ അവൾ കുഴങ്ങി. അയാൾ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. മദ്യത്തിൻ്റെ അതിരൂക്ഷമായ ഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു നിമിഷം ആൽബർട്ടിൻ്റെ കരങ്ങൾ അവളെ ചുറ്റിവരിഞ്ഞു. അവൾ കുതറി നോക്കി. കഴിഞ്ഞില്ല. അയാൾക്ക് ഒരു പെരുമ്പാമ്പിൻ്റെ കരുത്തായിരുന്നു. അവളുടെ മൃദുലമേനിയിൽ അയാളുടെ കൈവിരലുകൾ തേർട്ടയെപ്പോലെ ഇഴഞ്ഞു നടന്നു. അവൾ അയാളുടെ കൈ കടിച്ചു മുറിച്ചു. ഹാ! ആൽബർട്ട് പിടിവെട്ടു. ചോര ചീറ്റിയൊഴുകി. ഒരു കഷ്ണം മാംസവും ചോരയും ചൈതന്യ തുപ്പിക്കളഞ്ഞു. മുറിവേറ്റ വന്യമൃഗത്തെപ്പോലെ അയാൾ അവൾക്കു നേരെ ഓടിയെടുത്തു. ഒറ്റയടിക്ക് ചൈതന്യയെ കിടക്കയിലേക്ക് മറിച്ചു. അവളുടെ തലച്ചോറിൽ നക്ഷത്രങ്ങൾ ചിതറി. അയാൾ അവളുടെ സാരി പറിച്ചെറിഞ്ഞു. ഒപ്പം ബ്ലൗസും വലിച്ചു കീറി. ഒരു കടലാസ് പോലെ.